ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അന്ന് നമ്മളെ വീട്ടിലേക്ക് തുറക്കാൻ ഉമ്മയും ഇപ്പം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ തുറവിൻ്റെ അന്ന് ഉമ്മാനെ ഇപ്പാനെ വിളിച്ചപ്പം ഓൽക്കന്ന് വേറെ തുറവുണ്ടായിനി ഉമ്മാൻ്റെ വീട്ടിൽ. അതുകൊണ്ട് ഉമ്മാക്കും ഉപ്പാക്കും വരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഇന്നൊരു 2:30 ആയപ്പോണ്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. എന്നോട് വിളിച്ചുകൊണ്ട് പറഞ്ഞത് 2 മൂലിയരട്ടികളുണ്ട് തുറക്കാൻ വരുന്നുണ്ട് കേട്ടോ പറഞ്ഞോട്. അപ്പോൾ ഞാൻ ചോദിച്ചു മൂലിയരട്ടികളോ ചോദിച്ചു. ആ മൂലിയരട്ടികൾ അപ്പം അങ്ങോട്ടാണോ ചോദിച്ചു. മൂലിയരട്ടികൾ സാധാരണ അവിടെയാണ് അങ്ങനെ ഇടയ്ക്ക് വന്ന് തുറക്കൽ. അപ്പം അല്ലേ അങ്ങോട്ടാണ് പറഞ്ഞു. ഞാനും ഉമ്മയാണ് പറഞ്ഞു. അത് കേട്ടുകൊണ്ട് ഞാൻ കുറേ ചിരിച്ചിരിക്കണം. എന്നാൽ പോരിന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കണ്ട, കുറച്ച് നാരങ്ങൾ അധികം കലക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വിളിച്ചിനി. അപ്പം അങ്ങനെ ഞാൻ പെട്ടെന്ന് പത്തിരിയൊക്കെ ഞാൻ എന്താട്ടെ ഞങ്ങൾക്കുള്ള പത്തിരി തന്നെ രാവിലെ തന്നെ പരത്തി വെച്ചിനി ഞാൻ. അപ്പോൾ ഓൾക്ക് പിന്നെ പത്തിരി തന്നെയാണല്ലോ വേണ്ടത്. അപ്പോൾ ആ പത്തിരിക്ക് ഇപ്പം ഒരാളും 2 ആളും വന്നാലൊന്നും ഏറൂല. അപ്പോൾ പിന്നെ എണ്ണക്കടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കുക വിചാരിച്ച് കുറച്ച് ബീഫും അതേപോലെ കുറച്ച് ചിക്കനൊക്കെ കൊണ്ടുവച്ച് ചിക്കൻ കറി ഉണ്ടാക്കുക, ബീഫ് വരട്ടുമാക്കുക, പത്തിരിയും പിന്നെ എണ്ണക്കടി ഞാൻ കട്ട്ലേറ്റും അതേപോലെ നമ്മളെ ബ്രെഡ് പോക്കറ്റ് ഉണ്ടല്ലോ ഷവർമ്മ, അതും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം ബ്രെഡ് പോക്കറ്റ് ഷവർമ്മ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതും ഉണ്ടാക്കിയിരിക്കണം. അതേപോലെ പാൽവാഴക്ക ഉണ്ടല്ലോ അതും കുറച്ച് ഉണ്ടാക്കിയെടുത്തിക്കണം. അപ്പം നമ്മളെ ഉപ്പിയും ജീവിച്ചിരിക്കുമ്പം നമുക്ക് ഓൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കുക. ഓല് തുറക്കാൻ വരുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണല്ലോ. അതേപോലെ ഇന്നത്തെ തുറവിക്ക് ഞാൻ പറഞ്ഞില്ലേ മധുരമേറിയ തുറവിയാണ്. അപ്പോൾ പാൽവാഴക്കൻ്റെ റെസിപ്പി ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കണേ. അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ ഉണ്ടെന്ന് കണ്ടു നോക്കേണ്ടി. അങ്ങനെ 2 കുക്കറിലായങ്ങാണ്ട് ബീഫും അതേപോലെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിരിക്കണേ. പിന്നെ അതിലേക്കുള്ള മസാലകളൊക്കെ അങ്ങനെ ഓരോന്നിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ ഗ്യാസ്മൊക്കെ വെച്ചെടുത്തു. പത്തിരി നമുക്ക് ചുട്ടെടുക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള മസാല ഉണ്ടാക്കി വെച്ചിരിക്കണം. അതേപോലെ ബ്രെഡ് പോക്കറ്റിനുള്ള ബ്രെഡൊക്കെ നല്ലോണം മുട്ടയിലും ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയിട്ട് എടുത്ത് വെച്ചിരിക്കണം. അപ്പോൾ നമ്മളെ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോവാതെക്കാൻ നമ്മൾ ബ്രെഡ് പൊടി ഉണ്ടല്ലോ, റസ്ക് പൊടി, അത് 2 ടേബിൾ സ്പൂൺ മസാലയൊക്കെ ഇട്ട് കൊടുക്കുക. അതേപോലെ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആകാൻ നമ്മൾ ബ്രെഡ് പൊടി റസ്ക് പൊടി ഏതാ എടുക്കണ ചായക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ടുങ്ങാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം ഞാനെടുത്തത് നമ്മളെ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് ഉള്ള ബ്രെഡ് ഉണ്ട്. അതിനിപ്പോൾ കേടാക്കി കളയണ്ടല്ലോ വിചാരിച്ചുകൊണ്ട് അത് പൊടിച്ചെടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ അതിലിട്ടുകൊണ്ടാണ് നമ്മളെ കട്ട്ലേറ്റ് മുക്കിയെടുക്കണത്. അപ്പം അങ്ങനെ കോൺഫ്ലവറിൻ്റെ പൊടി കൂട്ടിയാൽ നല്ല പുറമേ നല്ല ക്രിസ്പി ആയിക്കാരം, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിക്കാരം. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി മാറ്റി വെച്ചു. ഇനി നമുക്ക് പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. അങ്ങനെ ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടോ, 6:25 ആയിക്കണം. ഇപ്പം എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലിവിങ് ഏരിയയിലാട്ടോ ഇന്ന് ഭക്ഷണം കഴിക്കണത്. അടുക്കളയത്തെ കൗണ്ടർ ടോപ്പിൻ്റെ ടേബിൾ തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട്. ആര് വന്നാലും അവിടെ തന്നെ ഇരിക്കൽ. അപ്പം ഇന്നത്തെ തുറവി നമുക്ക് ലിവിങ് ഏരിയയിൽ നിന്ന് ഇറങ്ങാണ്ട് അങ്ങോട്ട് മാറ്റാണ് സാധനങ്ങളൊക്കെ. അപ്പം നമ്മളെ കട്ടക്ക് കൂടെ നമ്മളെ മിതുണ്ട് കേട്ടോ. ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തേക്കണിടയിൽ ഇമ്മിപ്പിയും വന്നിക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ വീട് ചെറിയൊരു കുഞ്ഞു വീടിയാണ്. അപ്പം ഇത് വെക്കണത് അങ്ങനെ മാറ്റി മാറ്റി കളിക്കുക കേട്ടോ. ഓനെ എങ്ങനെയൊക്കെ വെച്ചിട്ട് ശരിയാവണമെന്ന് ഓനെന്നെ അറിയണില്ല. അപ്പം ഞാൻ ക്യാമറ ഓണാക്കി വെച്ചുകൊണ്ട് ഞാൻ പോയിട്ടോ. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഓനീ കാട്ടുന്നതൊക്കെ ഞാൻ അവിടെ നിന്ന് കാണുന്നത്.
അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഓല് വന്ന സന്തോഷത്തിൽ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.